മത്സ്യം എന്ന കവിതയിലേക്ക് കടക്കാം. ഈ കവിത രചിച്ചത് TP രാജീവൻ എന്ന കവിയാണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ പാലേരി എന്ന പ്രദേശത്ത് 1959 ജനിച്ചു. അദ്ദേഹം കവിതകൾ മാത്രമല്ല നോവലുകളും എഴുതിയിട്ടുണ്ട്. രാഷ്ട്രതന്ത്രം, കോരിത്തരിച്ച നാൾ തുടങ്ങിയ കവിതാ പുസ്തകങ്ങൾക്കൊപ്പം അദ്ദേഹം ഇംഗ്ലീഷിലും കവിത എഴുതിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം നോവലിസ്റ്റുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് മലയാളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് കവി, നോവലിസ്റ്റ് എന്ന രണ്ട് തലങ്ങളിൽ അദ്ദേഹം സാഹിത്യ രംഗത്തുണ്ട് എന്ന് അർത്ഥം. മത്സ്യം എന്ന കവിതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആ കവിത ആരംഭിക്കുന്ന 4 വരികൾ ആ കവിതയുടെ ഹൃദയം തന്നെയാണ്. ആ കവിതയുടെ ഒട്ടുമിക്ക സവിശേഷതകളും ആ 4 വരികളിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ശ്രദ്ധിക്കുക. മണൽത്തരിയോളം പോന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു. ഇതാണ് ആ 4 വരികൾ. മണൽത്തരിയോളം പോന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു. വളരെ ലളിതമാണ്. വായനയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ഒരു മത്സ്യവുമുണ്ട്, ഒരു കടലുമുണ്ട്. ഏതാണ് ചെറുത്? മത്സ്യമാണ് ചെറുത്. അതിനെ മണൽത്തരിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. വലിയ വിശാലമായ ക്യാൻവാസുള്ള കടലിൻ്റെ മുന്നിൽ ഒരു ചെറിയ മണൽത്തരിയുടെ അത്രമേ ഈ മത്സ്യം കാണുകയുള്ളൂ. അത്രയ്ക്ക് ചെറുതാണത്. കടൽത്തിര ഇങ്ങനെ പ്രക്ഷുബ്ധമാകുമ്പോൾ അതിനോട് പൊരുതി നിൽക്കുകയാണ് ഈ കുഞ്ഞു മത്സ്യം. അതാണ് മണൽത്തരിയുടെ അത്രയുള്ള മത്സ്യം. അപ്പം ചെറുത് വലുതിനോട് എന്തു ചെയ്യുന്നു? പൊരുതി നിൽക്കുന്നു, അല്ലേ? ചെറുത് വലുതിന് കീഴടങ്ങുന്ന കാഴ്ചയല്ല നമ്മളിവിടെ കണ്ടത്. മത്സ്യം ഈ പ്രക്ഷുബ്ധമായ കടലിൽ അതിൽ കിടന്ന് തകർന്നു പോവുകയല്ല, നേരെ മറിച്ച് മത്സ്യം അതിജീവിക്കുന്നുണ്ട്. അതിന് അത് പൊരുതി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറുത് വലുത് എന്ന 2 സങ്കല്പങ്ങൾ വരുന്നുണ്ട്. സാധാരണ ചെറുത് വലുത് എന്ന് പറയുമ്പോൾ നമ്മൾ കടുകും ആനയും, ചെറുത് കടുകും വലുത് ആനയും അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് പുതിയ ഒരു ചെറുത് വലുത് കിട്ടിയിരിക്കുന്നു. എന്താണ് ചെറുത്? മത്സ്യമാണ് ചെറുത്. വലുതേതാണ്? കടലാണ്. കടൽ എന്തായിരിക്കും? നമ്മൾ നമ്മുടെ സമൂഹ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ എന്തെങ്കിലും പുതിയ അർത്ഥം നമുക്കിവിടെ കിട്ടുന്നുണ്ടോ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ചെറുത് വലുതിനോട് കീഴടങ്ങുകയല്ല, വലുതിനോട് പൊരുതി നിൽക്കുകയാണ്, യുദ്ധം ചെയ്യുകയാണ്, കലാപം ചെയ്യുകയാണ്, വലുതിനെ എതിർക്കുകയാണ് എന്നർത്ഥം.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സമൂഹത്തെ പൊതുവായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയ്ക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, മുഖ്യധാരയ്ക്ക് പുറത്തു നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ മാർജിൻ ഇട്ടിട്ടാണ് എഴുതുക അല്ലേ? അല്ലെങ്കിൽ മാർജിൻ നോട്ട്ബുക്കിൽ ഉണ്ടാകും. മാർജിൻ അകത്തെന്തെങ്കിലും എഴുതോ? ഇല്ല. വല്ല നമ്പരോ വല്ലതും എഴുതിയാലായി. പ്രധാനമായി എഴുതേണ്ടതെല്ലാം നമ്മളുടെ വെള്ളത്താളിൽ എഴുതും. മാർജിനകത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാര എന്ന് പറയുന്നത് വെള്ളത്താളായിട്ട് എടുത്താൽ ഈ മാർജിനകത്തായി പോയ, പ്രത്യേക ശ്രദ്ധ കിട്ടാതെ പോയ ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരാണ് ഇവിടെ ചെറുത് ആയിട്ട് വരുന്നത്. ഈ വെള്ളത്താളാണ് എന്തായി വരിക? വലുതായി വരിക അല്ലേ? അപ്പം മാർജിൻ മത്സ്യമാണോ കടലാണോ? മാർജിനകത്തുള്ളത് മത്സ്യമാണ്. ആ വെള്ളത്താള് കടലാണ്. നോക്കുക, ഇതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ചെറുതും വലുതും ആയിട്ട് വിഭജിച്ചിട്ട് ഒരുപാട് ആളുകളെ ചെറുതുകളാക്കി നമ്മൾ മാർജിനലൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് വാക്ക്. അല്ലെങ്കിൽ അതിനെ നമ്മൾ അരികിലേക്ക് മാറ്റി കളഞ്ഞിട്ടുണ്ട്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അരികിലേക്ക് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ആദിവാസികളടക്കമുള്ള ദുർബല വിഭാഗങ്ങളെ. നാം ജീവിക്കുന്ന ഈ വ്യവസ്ഥ ചെയ്തു വെച്ച അപകടമാണിത്. ആദിവാസികളടക്കമുള്ള ദുർബല ജനവിഭാഗങ്ങളെ, അവരെ പരിഗണിക്കാത്ത ഒരു ജീവിത വ്യവസ്ഥ നമുക്കുണ്ട്. ആ ജീവിത വ്യവസ്ഥയെയാണ് ഇവിടെ എന്തായി പറഞ്ഞിരിക്കുന്നത്? കടലായി പറഞ്ഞിരിക്കുന്നത്. ആ ജീവിത വ്യവസ്ഥയ്ക്കകത്ത് അരിക് ചേർത്ത് നിർത്തി അടിച്ചമർത്തിയിട്ട ജനവിഭാഗങ്ങളെയാണ് മത്സ്യമായും പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി കൃത്യമായി പറയാം. ഇപ്പം ഈ താമസിക്കാനായിട്ട് വീടില്ലാത്ത ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവര് ഈ ആദിവാസി ജനവിഭാഗങ്ങൾ, അവരിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുർബല വിഭാഗങ്ങൾ, അവർക്ക് താമസിക്കാൻ ഒരിടമില്ല. ഏറ്റവും അടിച്ചമർത്തപ്പെട്ട സാധാരണക്കാർ, അവർക്ക് വീട് വയ്ക്കാനായിട്ട് കാലങ്ങളായിട്ട് വരുന്ന സർക്കാരുകളൊക്കെ ഒരുപാട് ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. ആ ഫണ്ടിൻ്റെ അളവ് നോക്കിയാൽ അവർ ഓരോരുത്തർക്കും സ്വർണം കൊണ്ട് വീട് വെച്ച് കൊടുക്കാം. അത്രയും ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്കത് കിട്ടിയിട്ടില്ല. അപ്പം ആ ഫണ്ട് ആരുടെ പോക്കറ്റിൽ പോയി കാണും? അത് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ഇടനിലക്കാരുടെ അല്ലേ? അവരാ ഫണ്ട് എടുക്കുകയും ഇവർക്കത് കിട്ടാതിരിക്കുകയും ഇത് ദീർഘകാലമായി തുടർന്നു പോരുകയും ചെയ്യുന്നു. പല രാജ്യങ്ങളിലുമുള്ള ഒരു കാര്യമാണിത്. ഇത്തരം ദുർബല ജനവിഭാഗങ്ങൾ അവരുടെ അറിവില്ലായ്മ, അതിനെ ചൂഷണം ചെയ്തുകൊണ്ട്, അവരെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലേ, അവരുടെ ജീവിതത്തെ വീണ്ടും ദുരന്തപൂർണമാക്കിക്കൊണ്ട് ഒരു വലിയ ഉദ്യോഗസ്ഥ ഇടനില വിഭാഗം അവരുടെ കീശ വീർപ്പിക്കുന്നു. നോക്കട്ടെ, ഈ ഉദ്യോഗസ്ഥ ഇടനില വിഭാഗമാണ് നമ്മൾ ജീവിക്കുന്ന ഈ വ്യവസ്ഥ എന്ന് പറയാം, അല്ലെങ്കിൽ ഭരണകൂടം എന്ന് വേണേ അതിനെ വിളിക്കാം.
അപ്പം ഈ ഈ ഈ ആദിവാസി ദുർബല ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ ഈ വ്യവസ്ഥയെ, ഭരണകൂടത്തെ സൂചിപ്പിക്കാനാണ് ഇവിടെ മത്സ്യമാണോ കടലാണോ വരുന്നത്? ആലോചിച്ച് പറയുക. കടലാണ്. കടൽ, ഈ വ്യവസ്ഥയാണ് കടൽ. ഈ വ്യവസ്ഥയാണ്, ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയാണ് കടൽ. ചൂഷണത്തിനിരയാവുന്ന സാധാരണക്കാരനാണ്, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗമാണ് ആരായി വരുന്നത്? ആരായി വരുന്നത്? മണൽത്തരിയായി വരുന്നത്. ഇപ്പം നമുക്ക് കൃത്യമായി, ഞാനതാ പറഞ്ഞത്, ആദ്യത്തെ ഈ 4 വരികളിൽ തന്നെ ഈ കവിതയുടെ ഹൃദയമുണ്ട്. മണൽത്തരിയോളം പോന്ന ഒരു മത്സ്യം, അത് ശരിക്കും നമ്മൾ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. അവര് കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു. അവര് ശക്തമായി സമരം ചെയ്യാൻ ആരംഭിക്കുന്നു. ഇതാണ് ഇത്തരം ഈ ദുർബല ജനവിഭാഗങ്ങൾ വെറുതെ ഇരിക്കുകയല്ല. അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ, ആദിവാസികളടക്കമുള്ള ജനവിഭാഗങ്ങൾ വെറുതെ ഇരിക്കുകയല്ല. അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, കലാപം ചെയ്യാൻ തുടങ്ങുന്നു. ചെറുതുകളുടെ സമരം. ആരുടെ മേൽ? വലുതുകളുടെ മേൽ. വ്യവസ്ഥയോട്, ഭരണകൂടത്തോട് സമരം ചെയ്യുന്ന അടിച്ചമർത്തപ്പെട്ടവൻ, സാധാരണക്കാരൻ, അതാണ് ഇവിടെ മത്സ്യം. അപ്പൊ ഇങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട, സമൂഹത്തിന്റെ അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ട സാധാരണക്കാരന്റെ ജീവിതം, അവന്റെ പ്രതീക്ഷ, അവന്റെ സമരം, ഇതാണ് ഈ കവിതയിൽ കടന്നു വരുന്നത്. വ്യക്തമായെന്ന് തോന്നുന്നു. അതാണ് മത്സ്യം പ്രതിനിധീകരിക്കുന്നത്. കടലോ? കടല് ഈ വ്യവസ്ഥയുടെ, ഈ ദുഷിച്ച വ്യവസ്ഥയുടെ, ദുഷിച്ച ഭരണകൂടത്തിൻ്റെ ഒക്കെ സൂചകമായിട്ട്, പ്രതീകമായിട്ട് കടലും കടന്നു വരുന്നു. ഇങ്ങനെ ഈ അരികുവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരൻ്റെ, അല്ലെങ്കിൽ മാർജിനുള്ളിലായി പോയ മനുഷ്യരുടെ, സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്നും അന്യമാക്കി നിർത്തിയ, മാറ്റി നിർത്തിയ മനുഷ്യരുടെ ജീവിതവും അവരുടെ പ്രതിഷേധവും ഈ കവിതയിൽ കടന്നു വരുന്നു. ഇത് നമ്മുടെ ഏറ്റവും പുതിയ പുതുകവിതയുടെ, ഏറ്റവും പുതിയ കവിതയുടെ, അതിന് ഉത്തരാധുനിക കവിത എന്നും പറയും. ആ ഉത്തരാധുനിക കവിതയുടെ വലിയൊരു പ്രത്യേകതയാണ് ഉത്തരാധുനികം, പോസ്റ്റ് മോഡേൺ. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ കാവ്യ സമ്പ്രദായമാണ് ഉത്തരാധുനിക കവിത. ആ ഉത്തരാധുനിക കവിതയുടെ വലിയ ഒരു പ്രത്യേകത ആണ് ഇങ്ങനെ ഈ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം അവതരിപ്പിക്കുക എന്നത്. ഉത്തരാധുനിക കവിതയുടെ ഒരു സവിശേഷത കൂടി നമ്മൾ പഠിച്ചു. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ, അതായത് അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിതം അവതരിപ്പിക്കുന്നു ഈ കവിത. ആ സവിശേഷത ഈ കവിതയ്ക്കുണ്ട്. ഇനി മറ്റൊരു സവിശേഷത, ഈ വരിയിൽ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊരു സവിശേഷത നിങ്ങൾ നോക്കൂ. നമ്മൾ ഈ കവിതയിൽ നമ്മൾ ഈ സന്ദർശനം പഠിച്ചു. സന്ദർശനത്തിൽ നല്ല കാവ്യമുദ്രയുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്, അല്ലേ? കാവ്യമുദ്ര ഉള്ള, പെട്ടെന്ന് കവിതയുടെ ആ ഭംഗി വരുന്ന, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും, ഇത്തരം പ്രയോഗങ്ങൾ ഈ കവിതയിൽ ഈ 4 വരികളിൽ വന്നില്ല എന്നല്ല, ഇനി അങ്ങോട്ട് വരുന്നതേയില്ല. അല്ലെങ്കിൽ കാവ്യബിംബങ്ങൾ, വലിയ വലിയ പ്രയോഗങ്ങൾ. അതാ കാവ്യബിംബങ്ങൾ, ചില ചിത്രങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം ലോറിക്കടിപ്പെട്ടരഞ്ഞ കുഞ്ഞുങ്ങൾ വന്നൂതിക്കെടുത്തുന്നു പാദവിളക്കുകൾ, മന്ത്രങ്ങളും പരേതാത്മാക്കളും വഹിച്ചന്ധകാരത്തിൻ്റെ തീവണ്ടിയെത്തുന്നു,
ഇങ്ങനെ അന്ധകാരത്തിൻ്റെ തീവണ്ടി, ഇരുട്ടിൻ്റെ തീവണ്ടി, ഇങ്ങനെയൊക്കെയുള്ള ഈ ഈ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന പ്രയോഗങ്ങൾ, ഇങ്ങനെയുള്ള ബിംബങ്ങൾ എന്നതിന് പറയുക. ഇത്തരം ബിംബങ്ങളോ കാവ്യമുദ്രയുള്ള പ്രയോഗങ്ങളോ ഒന്നും നമ്മളിവിടെ കാണുന്നില്ല. നേരെ മറിച്ച് ആർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ലളിതമായ ഗദ്യം, പദ്യത്തിലല്ലല്ലോ, ലളിതമായ ഗദ്യം. ശ്രദ്ധിക്കുക, മറ്റൊരു പ്രത്യേകതയാണ് ഉത്തരാധുനിക കവിതയുടെ പ്രത്യേകതകളിൽ മറ്റൊരു പ്രത്യേകതയാണ് ലളിതമായ ഗദ്യം കടന്നു വരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം കവിതയ്ക്കകത്ത് അതിൻ്റെ കണ്ടൻ്റായിട്ട് കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ആ കവിതയുടെ ഭാഷയ്ക്ക് മാറ്റം വരുന്നു. ശ്രദ്ധിച്ചു നിങ്ങൾ, മണൽത്തരിയോളം പോന്നൊരു മത്സ്യം ശരിക്കും നാട്ടുഭാഷയാണ്. തനി നാട്ടുഭാഷാ ഗദ്യത്തിൽ, ലളിതമായ ഗദ്യത്തിൽ എഴുതുന്നു. അതാണ് ഈ ഉത്തരാധുനികതയുടെ മറ്റൊരു പ്രത്യേകത, പുതുകവിതയുടെ മറ്റൊരു പ്രത്യേകത. ഇനി പുതുകവിതയുടെ വേറൊരു പ്രത്യേകത കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് അടുത്ത വരിയിലേക്ക് പോകാം. വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ. അതായത് ഈ മനുഷ്യൻ്റെ ജീവിതം പറയുന്നതിനൊപ്പം നമ്മൾ ശ്രദ്ധിക്കൂ, കവി മത്സ്യത്തിൻ്റെ ജീവിതം കൂടി പറയുന്നു. മനുഷ്യൻ്റെ കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നു, ഒപ്പം തന്നെ ഇതിനകത്ത് മത്സ്യത്തിൻ്റെ ജീവിതം കൂടിയുണ്ട്. മനുഷ്യൻ മാത്രമല്ല ഈ ലോകത്തുള്ളത്, മറ്റ് ജീവികളുമുണ്ട് എന്ന ബോധം ഇത് ഈ കവിത പങ്കിടുന്ന മറ്റൊരു സവിശേഷതയാണ്. അതും ഉത്തരാധുനികതയിലുള്ളതാണ്. എല്ലാ ജീവികളെയും സമമായി കാണുന്ന, എല്ലാ ജീവികളുടെയും ജീവിതം കവിതയിൽ വരണം. അതാണ്, എല്ലാ ജീവികളുടെയും ജീവിതം കവിതയിൽ ആവിഷ്കരിക്കപ്പെടണം. ഇതും ഉത്തരാധുനിക കവിതയുടെ പുതുകവിതയുടെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഇവിടെ മത്സ്യം കടലിനോട് പൊരുതുകയാണ്, ചെറുത് വലുതിനോട് പൊരുതുകയാണ്. അടുത്ത വരി നോക്കുക. ആ പോരാട്ടമാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. അതായത് തങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന വ്യവസ്ഥയോട്, ആദിവാസികളടക്കമുള്ള അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ സമരം ചെയ്യുന്നു, അതിനെ ചോദ്യം ചെയ്യുന്നു, ആ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു. നോക്കുക, വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ, ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ. ശ്രദ്ധിക്കുക, ഈ വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങൾ, വേലിയേറ്റം എന്ന് പറഞ്ഞാൽ കടൽ ഏറ്റവും ശക്തിയുള്ള, ഇരമ്പി കയറുന്ന സമയമാണ്. കടൽ ഏറ്റവും ശക്തിമത്തായി മാറുന്ന സമയമാണ്. നമുക്കറിയാം, കടൽ ഭരണകൂടം അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന ദുഷിച്ച വ്യവസ്ഥ, ആ ദുഷിച്ച വ്യവസ്ഥ ഇവരെ കൂടുതൽ എന്ത് ചെയ്യുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ സാധാരണക്കാരനെ, അതാണ് കടൽ ശക്തിയായി മാറുന്നു എന്ന് പറഞ്ഞതാണല്ലോ. സാധാരണക്കാരനെ കൂടുതൽ അവർ ഈ അടിച്ചമർത്തപ്പെട്ടവരെ വലിയ പ്രതിസന്ധിയിലാക്കുമ്പോൾ എന്തു ചെയ്യും മത്സ്യം? എല്ലാ കൊടികൾക്കും മുകളിലേക്ക് മത്സ്യം പ്രതിഷേധത്തിൻ്റെ കൊടി ഉയർത്തും. കടല്, അതായത് ഭരണകൂടം അല്ലെങ്കിൽ ദുഷിച്ച വ്യവസ്ഥ പീഡിപ്പിക്കുമ്പോൾ എന്തിൻ്റെ കൊടി ഉയരും? പ്രതിഷേധത്തിൻ്റെ, നിഷേധത്തിൻ്റെ, പോരാട്ടത്തിൻ്റെ കൊടി ഉയർത്തും. അതിനോട് പ്രതികരിക്കാൻ അവൻ, മത്സ്യം വരും, ചെറുതുകൾ ആണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആ പോരാട്ടം തന്നെയാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. അതായത് കടൽ നന്നായി ആക്രമിക്കുമ്പോൾ, കടൽ നന്നായി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ദുഷിച്ച വ്യവസ്ഥ ഈ സാധാരണക്കാരനെ
കൂടുതൽ പീഡിപ്പിക്കുമ്പോൾ സമരവുമായി അവൻ വരും. അതാണ് എല്ലാ കൊടികൾക്കും മുകളിൽ അവൻ അവൻ്റെ സമരത്തിൻ്റെ കൊടി ഉയർത്തും സാധാരണക്കാരൻ. അതാണ് മത്സ്യം. ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ, വേലി ഇറക്കമാകുമ്പോൾ, അതായത് ഈ ദുഷിച്ച വ്യവസ്ഥ പതുക്കെ ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കുന്ന കാലത്തിലേക്ക് പോകുമ്പോൾ, എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ മത്സ്യം താഴേക്ക് പോകും. അവൻ മുകളിലേക്ക് കൊടിയുയർത്തി വന്ന മത്സ്യം താഴേക്ക് പോകും. പീഡനങ്ങളുള്ള സമയത്ത് മത്സ്യം ഉയർന്നു വരും. അപ്പം ദുഷിച്ച വ്യവസ്ഥ ഏത് സന്ദർഭത്തിലാണോ പീഡനങ്ങളുമായി വരുന്നത്, പീഡിപ്പിക്കുന്നത്, സാധാരണക്കാരനെ പീഡിപ്പിക്കുന്നത്, അപ്പോൾ സാധാരണക്കാരൻ്റെ കൊടിയുയരും. അല്ലാത്തപ്പോഴോ, വലിയ ഇറക്കം സംഭവിക്കുമ്പോഴോ അത് സ്വാഭാവികമായും പിന്മാറും. ആ സമയത്ത് സമരങ്ങളിൽ നിന്ന് പിന്മാറും. നോക്കൂ, വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല. ശ്രദ്ധിക്കണം, വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല. ഈ ദുഷിച്ച വ്യവസ്ഥ പല തരത്തിൽ തിരിച്ചാക്രമിക്കും. അതാണ്, തിരിച്ചാക്രമിക്കും. ദുഷിച്ച ജീവിത വ്യവസ്ഥ ഈ സാധാരണക്കാരനെ തിരിച്ചാക്രമിക്കുന്നു പലതരത്തിൽ. ആദ്യം നോക്കുക, വലക്കണ്ണി. വലയെറിഞ്ഞ് മത്സ്യത്തെ പിടിക്കാൻ നോക്കും. പക്ഷെ വലക്കണ്ണികൾക്ക് പറ്റാത്തത്, ഈ മത്സ്യം വലുതായതിനാൽ അതിന്ന് ഈ വലക്കണ്ണികൾക്ക് ഈ ചെറുതാകാൻ കഴിഞ്ഞില്ല എന്നുള്ള, അവനോളം ചെറുതാകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ അവനെ കുരുക്കാൻ കഴിഞ്ഞില്ല. ഇതാണ്, അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പറ്റുന്നു മത്സ്യത്തിന്. അതാ വലക്കണ്ണി വെച്ച് അത് ഈ കെണിയിൽപ്പെടുത്താൻ നോക്കും. തന്ത്രത്തിൽ കെണിയിൽപ്പെടുത്തുകയാണ്. ഇങ്ങനെ സമരം ചെയ്യുന്നവരെ കെണിയിലാക്കാൻ ശ്രമിക്കും, ചെറുത്തു നിൽക്കുന്നവരെ. പക്ഷേ അത് പറ്റിയോ? പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ വലക്കണ്ണി എന്ന് പറയുന്നത് ഈ ദുഷിച്ച വ്യവസ്ഥയുടെ ഇവരെ നേരിടുന്ന രീതിയാണ്. സാധാരണക്കാരനെ നേരിടും. അവൻ സമരം ചെയ്യുമ്പം സാധാരണക്കാരനെ സ്വാഭാവികമായും നേരിടും, തിരിച്ചു നേരിടും. അതിലാണ് വലക്കണ്ണി എറിയൽ, കെണി വെച്ച് പിടിക്കലാണ്. പക്ഷെ അത് അവർക്ക് സാധ്യമായില്ല. കെണിയായിരുന്നു അത്. അടുത്ത് നോക്കൂ, ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെ പോലെ വളയാനും. പിന്നീട് ചൂണ്ടയിടും, അതായത് ചതിയാണ്. ആദ്യം കെണിയിലായിരുന്നു, കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. ചൂണ്ടക്കൊളുത്തുകൾക്ക് അവനെ പോലും വളയാനും കഴിഞ്ഞില്ല. ആഹാരം ഇട്ട് കൊടുത്തിട്ട് മറഞ്ഞു നിന്നുള്ള ആക്രമണമാണത്. പറ്റിയോ? പറ്റിയില്ല. അവനെ പോലെ വളയാൻ പറ്റിയില്ല. അതുകൊണ്ട് ചൂണ്ടക്കൊളുത്തിലും അവനെ കിട്ടിയില്ല. വായ്ത്തലകൾക്ക് അവന്റെ വേഗവും കിട്ടിയില്ല. നേരിട്ടുള്ള ആക്രമണമാണ് വായ്ത്തലകൾ, വാളിളക്കം, നേരിട്ട് ഉള്ള ആക്രമണം. നോക്കുക, ശ്രദ്ധിക്കുക. ഈ വലക്കണ്ണി, ചൂണ്ടക്കൊളുത്ത്, വായ്ത്തല, ഇത് മൂന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് സമരം ചെയ്യുന്നവർക്കെതിരെ വ്യവസ്ഥ നടത്തുന്ന, ഭരണകൂടം നടത്തുന്ന ആക്രമണങ്ങളാണ്. തിരിച്ചാക്രമിക്കാൻ നോക്കും, തിരിച്ചാക്രമിക്കുന്നതാണ്. ആദ്യം കെണിയിൽപ്പെടുത്താൻ നോക്കുന്നു, തന്ത്രത്തിൽ പെട്ടില്ല, വലക്കണ്ണി, അതാണ്. രണ്ടാമത്തത് ചതിയാണ്, പ്രലോഭനമാണ്, ചൂണ്ടക്കൊളുത്ത്. മൂന്നാമത്തതോ വായ്ത്തല, നേരിട്ടുള്ള ആക്രമണമാണ്. ഇങ്ങനെ 3 തരത്തിൽ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. 3 തരത്തിൽ ശ്രമിച്ചിട്ടും ആ സമരം അത്ര ശക്തമായിരുന്നു. ഇത് സമരം ചെയ്യുന്ന ഈ സാധാരണ വിഭാഗങ്ങളോട് ഭരണകൂടങ്ങൾ എടുക്കുന്ന സമീപനമാണ്. അവരെ കെണി വെച്ച് പിടിക്കാൻ നോക്കും, പിന്നീട് അവനെ ചതിച്ച് തൻ്റെ വശത്താക്കാൻ നോക്കും, അവസാനം നേരിട്ടങ്ങ് ഇറങ്ങി ആക്രമിക്കും. പക്ഷെ ഇതിലൊന്നും ഈ മത്സ്യത്തിൻ്റെ വീര്യം കെട്ടില്ല. അടിച്ചമർത്തപ്പെട്ടവരുടെ, അതായത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ വീര്യം കെട്ടില്ല. അതാണ് മത്സ്യം, അതാണല്ലോ.
നോക്കൂ, അവനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ, ശ്രദ്ധിക്കുക, പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ, ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ, ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. ഈ ആക്രമണം തന്നെയാണ് അവതരിപ്പിക്കുന്നത്, പരുന്തിൻ്റെ ആക്രമണം. അതായത് അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കാൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണത്. അതായത് ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ സമരം നടക്കുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ. അതാണ് പരുന്തിൻ കണ്ണ്, പരുന്തിൻ അപകടത്തിൻ്റെ ചിഹ്നമാണ്. പരുന്തിൻ്റെ ആക്രമണം വന്ന് അവരുടെ ജീവനെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. പറ്റിയോ? പറ്റിയില്ല. പരുന്തിനുകൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാൻ പറ്റിയില്ല. ഇവരെ ഈ ഉപ്പളങ്ങളിലേക്ക്, ഉപ്പുണ്ടാക്കുന്ന ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നോക്കി, പറ്റിയില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. സമരം ചെയ്യുന്നവരെ ഈ കുടിയിറക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ നോക്കൽ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊന്നും പറ്റിയില്ല. അവർ സമരം ചെയ്യുമ്പം അവരെ അവിടുന്ന് കുടിയിറക്കിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കി. നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് വേറെ സ്ഥലം തരാം എന്നൊക്കെ പറഞ്ഞു നോക്കി. ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭൂമിയിൽ തന്നെ വേണം എന്ന് പറഞ്ഞവർ നിന്നു എന്നാണ്. കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഉപ്പളങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ അവർ കഴിയുന്നില്ല. ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല. നോക്കൂ, ധ്രുവങ്ങൾക്ക് മഞ്ഞത്ത് കൊണ്ടിട്ടിട്ട് മരവിപ്പിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇതൊന്നും നടന്നില്ല. ഇവിടെ എല്ലാം അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവരെ അതിജീവിക്കുകയാണ്, പോരാട്ടത്തിലാണ്, സമരം ചെയ്യുകയാണ്. നോക്കൂ, നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി. ശ്രദ്ധിക്കുക, അവൻ്റെ തലയ്ക്കോ, അതായത് അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ശരീരത്തെ സ്പർശിച്ചില്ല എന്നാണ്. ശരീരത്തെ തൊടാൻ പറ്റിയില്ല. ആർക്കാ? നക്ഷത്രങ്ങൾക്കും അവതാരങ്ങൾക്കും. ശ്രദ്ധിക്കുക, ഈ സമരം ചെയ്യുന്ന ആളുകളെ അവരെ സെലിബ്രിറ്റികളാക്കാൻ നോക്കി. അവരിൽ ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ അതാണ് നക്ഷത്രങ്ങൾ, അവതാരങ്ങൾ അല്ലേ, അവരെ അവതാര പുരുഷന്മാരായി വാഴ്ത്തി പാടാൻ നോക്കി. ഇതെല്ലാം ഈ ദുഷിച്ച വ്യവസ്ഥ ചെയ്യും. അവരിൽ ചില ആൾക്കാരെ, നേതാക്കളൊക്കെ പിടിച്ചിട്ടേ ഈ ചില ബഹുമതികളൊക്കെ കൊടുക്കാൻ നോക്കി. പക്ഷേ ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗം അതിൽ മയങ്ങിയോ? ഇല്ല. അതാ അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി. അവൻ്റെ ശരീരത്തെ സ്പർശിക്കാൻ പറ്റിയില്ല, അവനെ സ്പർശിക്കാൻ പറ്റിയില്ല. നക്ഷത്രങ്ങളാക്കാനും അവതാരങ്ങളാക്കാനും ഒക്കെ നോക്കി. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സെലിബ്രിറ്റികൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അങ്ങനെ ആക്കിയെടുക്കാനും നോക്കി. ഇതിൻ്റെയൊക്കെ നേതാക്കളൊക്കെ ബഹുമതികളൊക്കെ കൊടുക്കാൻ നോക്കി. അതിലൊന്നും അവർ വീണില്ല. അവർ സമരം ചെയ്തുകൊണ്ടിരുന്നു. അവതാരങ്ങളാക്കി നോക്കി, അവതാര പുരുഷന്മാരാക്കാൻ നോക്കി. അതിലൊന്നും അവർ വീണില്ല. അവർ സമരം തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല. ഇവിടെ കഥ വാർത്ത എന്നുള്ള അർത്ഥത്തിലാണ്. അവനൊരു വാർത്തയാകാൻ നിന്ന് കൊടുത്തില്ല. അതായത് പത്രമാധ്യമങ്ങളെയൊക്കെ അഴിച്ചുവിട്ട് നോക്കി. അതിനകത്തൊക്കെ ഇവരെ പിടിച്ചു നിർത്തിയിട്ട് പതുക്കനെ ഈ സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ നോക്കി. ഒരു പത്രത്തിലൊക്കെ ഒരു വാർത്തയാക്കി ഇവരെ വെച്ചുകൊണ്ട് ഇവരെ ഒന്ന് പൊക്കി കാണിച്ചിട്ട് ഇവരെ സമരത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ നോക്കുകയാണ്. അവനൊരിക്കലും ഒരു വാർത്തയാകാൻ നിന്നുകൊടുത്തില്ല. അവൻ സമരമുഖത്ത് തന്നെയായിരുന്നു അടിച്ചമർത്തപ്പെട്ടവൻ. മത്സ്യം ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല. അത് കൃത്യമാണ്. ദൃശ്യമാധ്യമങ്ങൾ, ടെലിവിഷൻ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളാണത്. അതിനകത്തൊന്നും ഈ സമരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, ഭരണകൂടവും അവരെ വാഴ്ത്തിപ്പാടാനും ഒക്കെ വാർത്തയിൽ
ഈ വ്യവസ്ഥയ്ക്ക് അനുകൂലമായി സംസാരിക്കാനും ഒക്കെ ഇവരിൽ നിന്ന് ആൾക്കാരെ അടർത്തി ഈ ആദിവാസി അടിച്ചമർത്തപ്പെട്ട വിഭാഗം ആളുകളെ എടുത്തിട്ട് അതിൻ്റെ നേതാക്കളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ നോക്കുകയാണ്. പക്ഷേ അതിനകത്തൊന്നും, അതായത് ഭരണകൂടത്തിന് അല്ലെങ്കിൽ ദുഷിച്ച വ്യവസ്ഥയ്ക്ക് ഒപ്പം താളം തുള്ളാനായിട്ട് അങ്ങനെ വാർത്തകൾ ഉണ്ടാക്കി ഇത് ഈ സമരത്തെ നശിപ്പിക്കാൻ നോക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ടി വിയിൽ പ്രോഗ്രാംസ് ഉണ്ടാക്കി നശിപ്പിക്കാൻ നോക്കുകയാണ്. ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല. അതാ, ഒരു കഥയിലും പിടികൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങളുടെ ഇരയായി മാറിയില്ല. ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല. ദൃശ്യമാധ്യമങ്ങൾക്ക് ഇരയായി മാറിയില്ല. ഒരു ചന്തയിലും നാണം കെട്ടില്ല. ഒരു ചന്തയിലും നാണം കെട്ടില്ല. ഉപഭോഗ സംസ്കാരമാണ് ചന്ത, മാർക്കറ്റ്. അതിനും കീഴ്പ്പെട്ടില്ല. ഉപഭോഗ സംസ്കാരത്തിനും കീഴ്പ്പെട്ടില്ല. വിലപേശാൻ നോക്കിയിട്ടുണ്ട്. ആ വിലപേശലിനൊന്നും ഈ സമരക്കാർ, ഈ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾ നിന്നില്ല. ഒരു ചന്തയിലും നാണം കെട്ടില്ല. നോക്കുക, സമരത്തിൻ്റെ തീവ്രതയാണ് ഇവിടെ അവതരിപ്പിച്ചത്. കടലിൻ്റെ ഭ്രാന്തു പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരുന്നു. ഈ സമയത്തൊക്കെ കേട്ടില്ല, കാഴ്ചയായില്ല, പിടികൊടുത്തില്ല എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് മത്സ്യത്തെ. മത്സ്യം എന്ത് ചെയ്യുകയായിരുന്നു? കടലിൻ്റെ, ശ്രദ്ധിക്കുക, ഭ്രാന്തു പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടുപോലെ ഓടിക്കൊണ്ടിരുന്നു. മത്സ്യം എന്തായി മാറി? ഈ മത്സ്യം ചുട്ടുപഴുത്ത സൂചിപ്പൊട്ടായി മാറി. സ്വയം ചുട്ടുപഴുത്തു. അങ്ങനെയുള്ള ഒരു സൂചിപ്പൊട്ട്. അങ്ങനെ ആ സൂചിപ്പൊട്ട് എവിടേക്ക്? കടലിനെ കുത്തി. ആ സൂചിപ്പൊട്ട് കൊണ്ട് കടലിനെ കുത്തിയപ്പോഴാണ് കടലിൽ നിന്ന് കടലിൻ്റെ രക്തം ഒഴുകുന്നു. നോക്കൂ, കടലിൻ്റെ രക്തം, ഭ്രാന്തു പിടിച്ച രക്തം. മത്സ്യമാണ് ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട്. ആ മത്സ്യത്തിൻ്റെ ഈ അടിച്ചമർത്തപ്പെട്ടവൻ്റെ പ്രതിഷേധം കടലിനെ രക്തത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കടലിനെ ജീവിപ്പിച്ചു എന്നാണോ നശിപ്പിച്ചു എന്നാണോ? ആ കടൽ അറിയാതെ തന്നെ അതിനെ പതുക്കനെ ആ ദുഷിച്ച വ്യവസ്ഥയെ നശിപ്പിക്കുന്നതിൻ്റെ ഇതാണ് ആ രക്തമൊഴുകുന്നു. കടലിൻ്റെ ഭ്രാന്തു പിടിച്ച രക്തം ആണ്. ആ അധികാര വ്യവസ്ഥയ്ക്ക് ഭ്രാന്തു പിടിച്ചിട്ടുണ്ട്, ഈ ദുഷിച്ച വ്യവസ്ഥയ്ക്ക്. ആ ദുഷിച്ച വ്യവസ്ഥയുടെ രക്തമാണ് ഇപ്പോൾ ഒഴുകുന്നത്, നമ്മൾ കാണുന്നത്. മത്സ്യം സ്വയം ചുട്ടുപഴുക്കുന്നു. പ്രതിരോധത്തിൻ്റെ, പ്രതിഷേധത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ടവൻ. അതാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിഷേധം, കലാപം. അതിൽ കടൽ, ദുഷിച്ച വ്യവസ്ഥ, അത് മരണമടയുകയാണ്. അതാണ് അതിൻ്റെ രക്തമൊഴുകുന്നു എന്ന് പറയുന്നത്. രക്തമൊഴുകുന്നു. പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ, കവിത നോക്കൂ, കടൽ ദഹിച്ചു വരുന്നതറിയാതെ, തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ച്, കടലിൻ്റെ വിനാശമാണ്. കടൽ തകർച്ചയിലേക്ക് പോകുന്നു. ദുഷിച്ച വ്യവസ്ഥ തകർച്ചയിലേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ അവസാനം കാണുന്നത്. ഈ മത്സ്യം അതിജീവിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവൻ ഈ ദുഷിച്ച വ്യവസ്ഥയെ, അതായത് മത്സ്യം കടലിനെ തകർക്കുന്നു. അതിനുപയോഗിച്ച ആ പ്രയോഗം ചുട്ടുപഴുത്ത സൂചിപ്പൊട്ട് എന്നാണ് മത്സ്യത്തെ പറ്റി പറഞ്ഞത്. സ്വയം ചുട്ടുപഴുത്ത് ഒരു സൂചിപ്പൊട്ടായി മാറുകയും ആ സൂചിപ്പൊട്ട് കടലിൻ്റെ ശരീരത്തിൽ നിന്ന് ടച്ച് ചെയ്യുകയും കടല് രക്തത്തിൽ കുളിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ കടല് ദഹിച്ചു പോവുകയാണ്. അപ്പം ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആദിവാസികളടക്കമുള്ള ദുർബല ജനവിഭാഗങ്ങളുടെ പോരാട്ടത്തിൻ്റെ വീര്യമാണ്. എന്തിനോടുള്ള? ഈ ദുഷിച്ച ജീവിത വ്യവസ്ഥയോടുള്ള. അതായത് ചെറുത് വലുതിനെ ഇല്ലായ്മ ചെയ്യുന്ന ദൃശ്യം. മത്സ്യം കടലിനെ ഇല്ലായ്മ ചെയ്യുന്ന ദൃശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട
ഒന്ന് രണ്ട് കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ ഉത്തരാധുനികതയുടെ രണ്ട് പ്രത്യേകത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, ഈ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരിട്ട് എന്തെങ്കിലും പരിഹാര നിർദ്ദേശങ്ങൾ ഈ പ്രശ്നത്തിന് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നില്ല. നമ്മൾ വായിക്കുന്ന ആൾ എന്തെങ്കിലും ഏറ്റെടുക്കാനും പറയുന്നില്ല. പ്രശ്നത്തെ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കടമ്മനിട്ടയുടെ ഒരു കവിതയിൽ ഈ കുറത്തി എന്നുള്ള കവിതയ്ക്കകത്ത് എല്ലുപൊക്കിയ ഗോപുരങ്ങൾ കണക്കു ഞങ്ങൾ ഉയർന്നിടും, കല്ലുപാകിയ വില്ലുപോലെ ഉണർന്നു ഞങ്ങളു നേരിടും എന്ന് പറയുന്നുണ്ട്. അതായത് ചൂഷണം ചെയ്യുന്ന ഇതേ സന്ദർഭമാണ്. ചൂഷണം ചെയ്യുന്നവരോട് പറയുകയാണ്, എല്ലു പൊക്കിയ ഗോപുരങ്ങൾ ഉയർന്നു ഞങ്ങൾ നിങ്ങളെ നേരിടും എന്ന് പറയുന്നുണ്ട്. കല്ലുപാകിയ വില്ലുപോലെ ഉണർന്നു ഞങ്ങൾ നേരിടും എന്ന് പറയുന്നു. അങ്ങനെ നേരിട്ടുള്ള ആഹ്വാനങ്ങൾ നമ്മളിവിടെ കാണുന്നില്ല. പക്ഷേ ആ ജീവിതത്തിലുള്ള ഈ അടിച്ചമർത്തപ്പെട്ടവരനുഭവിക്കുന്ന വേദനകളും അവരുടെ പോരാട്ട വീര്യവും തീക്ഷ്ണമായി അവതരിപ്പിക്കുന്നുമുണ്ട്. അപ്പം നേരിട്ട് പരിഹാര നിർദ്ദേശം പറയാതെ ഒരു പ്രശ്നത്തെ തീക്ഷ്ണമായി അവതരിപ്പിക്കുക, ഇത് ഉത്തരാധുനിക കവിതയുടെ പ്രത്യേകതയാണ്. ഉത്തരാധുനിക കവിതയുടെ പ്രത്യേകതകളിൽ, പുതുകവിതയുടെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഇനി ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഈ കവിത വിപുലമായിരുന്നോ ചെറുതായിരുന്നോ അതിൻ്റെ ഈ ആഖ്യാനം? ആ കവിതയുടെ നീളം നിങ്ങൾ നോക്കൂ, വളരെ ചെറുതാണ്, വളരെ ചെറുത്. അപ്പോൾ വലിയ ആഖ്യാനമല്ല, ചെറിയ ആഖ്യാനം നമ്മളതിന് പറയാം. ആഖ്യാനം വലിയ ആഖ്യാനമല്ല, വളരെ കുറച്ച് വരികളിൽ ചെറിയ ആഖ്യാനമാണ് ഉത്തരാധുനിക കവിതകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. വലിയ ആഖ്യാനങ്ങൾ അവിടെ ഇല്ല, ചെറിയ ആഖ്യാനങ്ങളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ കവിതയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ.